നമഃ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്ലാസ്സുകളിൽ പറഞ്ഞു വന്നതിൻ്റെ ഒരു സംക്ഷിപ്തം പറയുകയായിരുന്നു. അതിൽ നിന്ന് നമുക്കൊരു ഐഡിയ എല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തിനാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്ന് ഒരു ധാരണയുണ്ടാവും. എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ബ്രഹ്മം എന്നുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ഈ കാണുന്ന സൃഷ്ടിജാലങ്ങളൊക്കെ ഉണ്ടായതെന്നും ഞാനും ഈ എൻ്റെ അനുഭവങ്ങളായിട്ടുള്ള അന്യസൃഷ്ടിജാലങ്ങളും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസമെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ സൃഷ്ടിജാലങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള സൃഷ്ടിജാലങ്ങൾ എങ്ങനെയാണ് ഈ ബ്രഹ്മത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആദ്യം ആ ബ്രഹ്മം എന്നുള്ളതും പ്രപഞ്ചം എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. എല്ലാം ബ്രഹ്മത്തിലാണ് എല്ലാം ഉള്ളത് എന്നൊക്കെ പറഞ്ഞാലും ആ ബ്രഹ്മം എന്നുള്ളതൊരു ഏകാവസ്ഥയാണെന്നൊക്കെ പറഞ്ഞാലും അത് നമുക്ക് എന്തുകൊണ്ടാണ് അതിനെ നേതി 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 എന്നുള്ള സൂത്രവാക്യം, അതിന്റെ ഒരു സൂത്രവാക്യമായിട്ട് ഉപയോഗിക്കണ നേതി ന ഇതി ഇപ്രകാരമല്ല. എന്തെപ്രകാരമല്ലെന്ന് എന്ത് നമ്മൾ ഉദ്ദേശിച്ചാലും അതല്ല എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല. ബുദ്ധി, മനസ്സ് എന്നൊക്കെ നമ്മൾ അറിയാൻ പാടില്ലാതെ എല്ലാം മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് പറയുന്നത് ബുദ്ധിയും മനസ്സും ചിത്തവും ഇതൊന്നും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാലും എപ്പോഴും മനസ്സിലാകലല്ല. ബുദ്ധിയിലാക്കുന്നത് വേറെ, മനസ്സിലാക്കുന്നത് വേറെ, ചിത്തത്തിലാക്കുന്നത് വേറെ, അഹങ്കാരത്തിലാക്കുന്നത് വേറെ. അപ്പം എന്നാൽ എല്ലാം കൂടി ചേർന്ന് നമ്മൾ മനസ്സെന്നാണ് പറയുന്നത്. അത് ജനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിലെ ജനം, ആ ജനം എന്ന് പറയുന്നതും പൗരൻ എന്ന് പറയുന്നതും വ്യക്തി എന്ന് പറയുന്നതും നമ്മളുടെ സെലക്ട് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ MLA എന്ന് പറയുന്നതും ആ MLAമാരിൽ നിന്ന് സെലക്ട് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ മന്ത്രി എന്ന് പറയുന്നതും ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് വരുമ്പോൾ കളക്ടർ എന്ന് പറയുന്നതും ഒക്കെ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ജനത്തിൽ നിന്നൊരാള്, സാധാരണ ജനം എന്ന് അറിയപ്പം ജനത്തിൽ നിന്നൊരാള് കളക്ടറെ കാണാൻ ചെല്ലുന്നതും ആ കളക്ടർ മന്ത്രിയെ കാണാൻ ചെല്ലുന്നതും ജനത്തിൽ നിന്ന് ഒരാള് മന്ത്രിയെ കാണാൻ ചെല്ലുമ്പോഴും ഒക്കെ വളരെയധികം പ്രശ്നങ്ങൾ തരണം ചെയ്തു വേണം പോകാൻ. മനസ്സിലാട്ടോ എന്താ കാര്യം? എന്നാൽ എല്ലാവരും എന്താണ് ഈ രാഷ്ട്രത്തിലെ ജനം എന്ന് പറയുന്നതിൽ പെടുന്നതാണ്. ജനം എന്ന് പറയുന്നതിൽ പെടുമെങ്കിലും ജനം വേറെ, പൗരൻ വേറെ, ഉദ്യോഗസ്ഥൻ വേറെ, MLA വേറെ, മന്ത്രി വേറെ. അപ്പൊ ഇങ്ങനെ എല്ലാം വേറെ വേറെ ആണെങ്കിലും എല്ലാം എന്താണെന്ന് പറയും? ജനമാണെന്ന് പറയും. ജനം, പൊതുജനം. അപ്പോൾ ജനം എന്ന് പറയുന്ന പൊതുജനമുണ്ട്, പിന്നെന്താണ് വിശേഷജനങ്ങളുമുണ്ട്. വിശേഷജനങ്ങളും പൊതുജനവുമായിട്ട് വ്യത്യാസം എന്താണ്? അത് ആരോപിക്കുന്നതാണ്. മന്ത്രിയായിട്ട് നമ്മൾ ആരോപിക്കുന്നു. ആ ആരോപിതമായിട്ടുള്ള സമയത്ത് മാത്രമേ മന്ത്രിയുള്ളൂ. ആ ആരോപം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് ജനമായിട്ട് മാറും. അപ്പോഴും ജനം തന്നെ, പക്ഷെ സാധാരണ ജനത്തിനുള്ള അവകാശം പോലെ മാത്രമാകും അപ്പോൾ ഈ മന്ത്രിക്കുണ്ടാവുക. കാലഘട്ടം കഴിയുമ്പോൾ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ
സെലക്ട് ചെയ്യുകയോ ഇലക്ട് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഉദ്യോഗസ്ഥരും നമ്മൾ പിന്നെ മറ്റ് MLA-യും മന്ത്രിയും ഒക്കെ ആകുന്നത്. മനസ്സിലാണ്ടോ? ചിലരെ നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദത്തെ അതിൽ ഓരോരുത്തരെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. എന്നാലോ നമ്മൾ മറ്റ് മന്ത്രിമാരെ അല്ലെങ്കിൽ MLA-മാരെ എന്ത് ചെയ്യും? എലക്ട് ചെയ്യും. ഇലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം തന്നെ ആദ്യം മനസ്സിലാക്കിയാൽ ഇതൊക്കെ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വലിയ വലിയ വ്യത്യാസങ്ങളായിട്ട് വരും. സെലക്ഷൻ എന്ന് പറയുന്നത് വ്യക്തിയുടെ കഴിവുകളെ ആണ് നോക്കിയെടുക്കുന്നത്. വ്യക്തിയുടെ മാത്രം അയാൾ എന്തൊക്കെ അയാള് പഠിച്ചു വച്ചിട്ടുണ്ട്, എങ്ങനെയുള്ളത്, ആ പഠനം ഒരു വ്യക്തിയുടെ നിയമപരമായിട്ടുള്ള പഠനം. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്കിപ്പോൾ ഒരു തൂമ്പാപ്പണി ചെയ്യണം. ആ തൂമ്പാപ്പണി ചെയ്യാൻ ഒരാളെ എടുക്കുമ്പോൾ ഞാൻ സെലക്ട് ചെയ്യാണ്. എന്താ പറയുക, ഈ വ്യക്തിക്ക് ഈ തൂമ്പാപ്പണി എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് അതിന് പാലിക്കേണ്ട നിയമങ്ങൾ, അതിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവർത്തന രീതി ഒരു ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, അത് ചെയ്യണം. വാഴയ്ക്ക് തടയെടുക്കുമ്പോൾ എങ്ങനെ വേണം, തെങ്ങിന് തടയെടുക്കുമ്പോൾ എങ്ങനെ വേണം, ഇതൊക്കെ അതിന്റെ നിയമത്തിൽ ചെയ്താൽ. ഡ്രൈവിങ് എങ്ങനെ, ഡ്രൈവറായിട്ട് വിളിക്കുമ്പോൾ അതിന് എന്തൊക്കെ വേണം, ഓടിക്കുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം, ഇതെല്ലാം നിയമങ്ങൾ തന്നെയാണ്. പക്ഷേ പൊതുജനം പാലിക്കേണ്ടതായിട്ടുള്ള, പൊതുജനം മൊത്തമായിട്ട് പാലിക്കേണ്ട ചില നിയമാവലികളുണ്ട്. അതാണ് രാഷ്ട്രത്തിന്റെ നിയമം. പൗരനായിരിക്കുമ്പോൾ പാലിക്കേണ്ട നിയമമാണ് വാസ്തവത്തിൽ നമ്മൾ നിയമം എന്ന് പറയുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഏത് പ്രവർത്തനത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമമുണ്ട്. എന്നാൽ നിയമം എന്ന് നമ്മൾ സാധാരണ പറയുമ്പോൾ എന്താണ്, ഒരു പൗരൻ എങ്ങനെ ആയിരിക്കണം ഒരു സമൂഹത്തിൽ പെരുമാറേണ്ടത് എന്നുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തെയാണ് നമ്മൾ വാസ്തവത്തിൽ നിയമം എന്ന് പറയുമ്പോൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത്. അതുതന്നെ ലിഖിതമായിട്ടുള്ള നിയമങ്ങളെയാണ് നമ്മൾ നിയമത്തിൽ അത് പറയുന്നില്ല, നിയമത്തിൽ ഇത് പറയുന്നില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ നിയമവും എന്നാൽ അലിഖിതമായിട്ട് ഉള്ള ഒരു നിയമമുണ്ട്. അതിനെ നമ്മൾ സംസ്കാരം എന്ന് പറയും. അപ്പോൾ അലിഖിതമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്, എന്താ എഴുതി വെക്കാൻ പറ്റുകയില്ല. സംസ്കാരം എന്ന് പറയുന്നത് എഴുതി വെക്കാൻ പറ്റുകയില്ല. അത് ഒരു വെറും ധാരണയുടെ പുറത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. എന്താ കാര്യം, നമ്മൾ അച്ഛനെയും അമ്മയും ബഹുമാനിക്കണം, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം. മനസ്സിലാണ്ടോ? ഇപ്പൊ നമ്മളുടെ 10 കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകൾ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അത് അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് എന്നൊക്കെ പറഞ്ഞത്, അത് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരാൾക്കും അറിയാൻ പറ്റില്ല. അപ്പൊ നിയമം തെറ്റിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അത് എഴുതി വെക്കാൻ പറ്റില്ല. ആഗ്രഹിച്ചാൽ ഇന്ന കുറ്റം, ആഗ്രഹിച്ചാൽ കുറ്റം ഉണ്ടെന്ന് ആഗ്രഹിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇന്ന വിധത്തിൽ ഇന്ന കുറ്റം ഇന്ന ശിക്ഷ എന്നൊന്നും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു ശീലമായിട്ട് നമ്മൾ കൊണ്ടു നടന്ന് അത് ഓരോരുത്തരും സ്വയം ഉള്ളിൽ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള നിയമങ്ങളാണ്. മറ്റത് ഉള്ളിൽ സ്വയം ബോധ്യപ്പെടും, ഞാൻ ഇന്ന നിയമങ്ങൾ അനുസരിച്ചാണ് പെരുമാറുന്നത്. അവരവരുടെ ഉള്ളിൽ ക്രമീകരിച്ചുകൊണ്ട് അത്, എന്നാൽ അത് പലരും തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിലൊന്ന് പുറത്തുനിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ ആ തെറ്റിക്കൽ നടത്തുമ്പോൾ എന്താണ്, അവനവന്റെ ഉള്ളിലാണ് പ്രശ്നം ഉണ്ടാകുക. ഒരാളോട് ദേഷ്യം തോന്നരുത്, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം, ദേഷ്യം ഒരാളോട് ഉണ്ടാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ദേഷ്യമാണോ ഉള്ളിൽ ഒതുക്കി എങ്ങനെയാണോ പറയുന്നത്, ദേഷ്യം തോന്നി പക്ഷെ ഞാൻ പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്റെ ഉള്ളിൽ ഉണ്ടായില്ല എന്നല്ല അർത്ഥം. ആ ദേഷ്യം എന്റെ ഉള്ളിൽ ഉണ്ടായാൽ എന്ത് പറ്റി, സൊസൈറ്റിയിൽ ഞാൻ ദേഷ്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സംസ്കാര സമ്പന്നനാണെന്ന്
സൊസൈറ്റിക്ക് വിചാരം ഉണ്ടാകും. പക്ഷേ എനിക്ക് എന്റെ ഉള്ളിൽ ദേഷ്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരു വൈരാഗ്യം, ഒരാളോട് ഭയങ്കര അയാൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് അയാളോട് വലിയ വൈരാഗ്യം ഉണ്ടാക്കി വെച്ചിരിക്കണം. ആ വൈരാഗ്യം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? എന്റെ ഉള്ളിൽ അഡ്രിനാലിൻ പോലുള്ള വിഷ വസ്തുക്കൾ ഉണ്ടാകും. അത് എന്നെ രോഗാതുരനാക്കും. എന്റെ ചിന്തകളെ മുരടിപ്പിക്കും. ഇങ്ങനെയുള്ള എല്ലാ കുഴപ്പങ്ങളും എനിക്കാണ്. ഞാൻ പെരുമാറുമ്പോൾ ഇതൊന്നും പ്രകടിപ്പിക്കാതെ സൊസൈറ്റിയിൽ പെരുമാറുന്നതുകൊണ്ട് ഞാൻ നല്ല ഒരാളാണെന്ന്, എനിക്കാരോടും അസൂയയില്ല, ദേഷ്യമില്ല, വെറുപ്പില്ല എന്നൊക്കെ തോന്നിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് സൊസൈറ്റി വിചാരിക്കും ഞാൻ നല്ല സംസ്കാര സമ്പന്നനാണ് എന്ന്. പക്ഷേ എന്റെ ഉള്ളിൽ ഞാൻ എന്നെ വഞ്ചിക്കുന്നതുകൊണ്ട് എന്റെ ഉള്ളിൽ നിരന്തരം വിഷമുണ്ടാകും. എന്ന് വെച്ചാൽ ഇത് പ്രകടിപ്പിക്കാൻ മേലാത്തതിന്റെ ഒരു വിഷമവും കൂടെ അഡീഷണൽ ആയിട്ട് വരും. ദേഷ്യം വന്നാൽ ഉടനെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് തീർന്നു. പക്ഷെ ജനം മുഴുവൻ എനിക്കെതിരാകും. പക്ഷേ എന്റെ ഉള്ളിൽ ഞാൻ ഫ്രീ ആകും. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ സംസ്കാരം എന്നുള്ളത് ഉള്ളിൽ പാലിക്കേണ്ടതായിട്ടുള്ള നിയമമാണ്. മോഷണം നടത്തി അന്യന്റെ മുതൽ ആഗ്രഹിച്ചു, അയാൾ കാണാതെ നമ്മൾ മോഷണം നടത്തി. പക്ഷേ എന്തുപറ്റി? ആളുകൾ അറിയുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർ പക്ഷെ നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇപ്പൊ പിടിക്കപ്പെടുവോ, ഇതോടെ ഉണ്ടായിരുന്ന അതൊക്കെ നഷ്ടപ്പെടുവോ എന്നൊക്കെയുള്ള നിരന്തരം അതും ഈ പറഞ്ഞതുപോലുള്ള വിഷം നമ്മുടെ ഉള്ളിലുണ്ടാകും. നമ്മളുടെ ജീവിതത്തെ നമ്മൾ പുറമേ കാണുമ്പോൾ ഇപ്പൊ എത്ര കോടീശ്വരന്മാര് ആണ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്? എന്താ കാര്യം? അവർ പുറമേ കാണുമ്പോൾ അവർ വലിയ വലിയ ആസ്വാദനം നടത്തിക്കൊണ്ട് വലിയ ഉയരങ്ങളിൽ ജീവിക്കുകയാണ് എന്നൊക്കെ പൊതുജനം വിചാരിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ സാധാരണ ഒരു പട്ടിണിക്കാരൻ പോലും ആത്മഹത്യ ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ അവൻ അത്രയും വിഷമയില്ല. ഈ വളരെ വലിയ കാശുള്ള ആളുകൾ പലരും ആത്മഹത്യ ചെയ്യുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആ ആനന്ദത്തിന്റെ അളവ് തൂക്കി നോക്കുമ്പോൾ ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന്റെ ആ ആളുടെ ആ സുഖ ദുഃഖങ്ങളുടെ ആ റേഷ്യോ നോക്കുന്നതും ഈ കാശില്ലാതെ പലപ്പോഴും വളരെ ക്ലേശിച്ച് കഴിയുന്ന, ധനപരമായിട്ട് ക്ലേശിച്ചെന്ന് കഴിയുന്ന അയാളുടെ ഈ ആവറേജ് നോക്കുമ്പോൾ തട്ട് എവിടെയാണ്? ആനന്ദത്തിന്റെ തട്ട് ഈ ദരിദ്രനായിട്ടുള്ള ആളുടെ ഭാഗത്തായിരിക്കും. എന്താ വെച്ചാൽ അയാൾക്ക് ആത്മഹത്യ ചെയ്യാനും തോന്നുന്നില്ല. അയാള് തെണ്ടി നടക്കുകയാണെങ്കിൽ പോലും അയാൾ ജീവിച്ചു പോകുന്നുണ്ട്. മറ്റേയാൾക്ക് ജീവിച്ചു പോകാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു മാനസികാവസ്ഥ വന്നു എന്നർത്ഥം. അതാണ് ദുഃഖം ആർക്കാണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും കിട്ടും. ഈ കാശ് ഉള്ളവർക്കാണ് കാണുന്നത്. അത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യണവരുടെ കാര്യമാണ്. അല്ലാതെ കാശുണ്ടാക്കുന്നത് ആവശ്യത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളാവും. പക്ഷെ അത് നമുക്ക് മനസ്സിലാകില്ല. എന്താ കാര്യം? നമ്മളുടെ സംസ്കാരം നമ്മൾ ശരിക്കും ഉപയോഗിക്കാത്തത് കൊണ്ടാണ്, നമ്മളെ പരിപാലിക്കാത്തത് കൊണ്ടാണ് കാശുണ്ടാകുന്നത് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വവും കൂടുതൽ ബർഡനുമാണ് തരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ തിരിച്ചറിവുണ്ടാകാത്തത്. നമ്മളുടെ സംസ്കാരം എന്ന് പറയുന്നതിനെ നമ്മൾ ശരിയായിട്ട് അതിനെ പ്രയോഗിക്കാത്തത് കൊണ്ടാണ്. ഉള്ളിലുള്ള ആ പാലനം, സംസ്കാര പാലനം ഉള്ളിൽ കൃത്യമായിട്ട് നടന്നാലേ എന്ത് സംഭവിക്കുള്ളൂ? നമ്മളുടെ ശാരീരികം, മാനസികം, ബൗദ്ധികം, ആഹങ്കാരികം ആയിട്ടുള്ള എല്ലാ പ്രവർത്തനശേഷിയും ഓപ്റ്റിമമായിട്ട് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ പുറമേ ഉള്ള നിയമം പാലിക്കുക എന്നുള്ളത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ അതിനെ പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും എന്നൊക്കെ ഉള്ളതോ അങ്ങനെയാണെങ്കിൽ പോലും അതിനേക്കാൾ കാര്യമായിട്ട് പാലിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ് സംസ്കാരം എന്നുള്ള അലിഖിത നിയമം. അത് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആ പാലിക്കുന്നത് ശരിയായിട്ടുള്ള പാലിച്ചില്ലെങ്കിൽ എന്തുപറ്റും? നമ്മൾ പുറമേ എത്രയധികം മാന്യനായിട്ടും
നമ്മൾ ആദരിക്കപ്പെട്ടാൽ പോലും നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത വിധം ദുഃഖത്തിന്റെ ഒരു ഭണ്ഡാരമായിട്ട് സ്വയം മാറി വളരെയധികം പീഡ അനുഭവിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അതുകൊണ്ട് ഈ അലിഖിതമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വേറൊരാളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് സംസ്കാരം നമ്മളുടെ ഉള്ളിൽ പാലിക്കേണ്ടതാണ്. അത് നമുക്ക് അപ്പൊ ഇന്ദ്രിയ ഗോചരത്വം ഉള്ളതിനേക്കാളും ഇന്ദ്രിയ ഗോചരത്വം ഇല്ലാത്ത പ്രവർത്തന രീതിക്കാണ് കൂടുതൽ ശക്തി എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ആ പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് എങ്ങനെ വന്നു, എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇന്ന് ഇത് മതി. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ. നമഃ ശിവായ.